നിങ്ങളെന്ത് വിചാരിച്ചു? ഓള് കൊറേ പുട്ടിയും വാരി തേച്ച് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മാതിരി വേറെ ആരും ഇല്ലാന്ന് സ്വന്തം തള്ളയെ മറ്റേ ഇജാതി കോലത്തിൽ നാറ്റിച്ച് തന്നെ ഇങ്ങള് സൂപ്പർന്ന് കമന്റ് അടിച്ചിന് എത്ര ആളുകൾ ഉണ്ടല്ലോ. നിങ്ങൾ എന്താ ഉമ്മാൻ ആ കോലത്തില് ഉടുതുണിയില്ലാതെ നിർത്തി വീഡിയോ ഇട്ടതിന് അതിന്റെ അടിയിൽ സൂപ്പർന്ന് എഴുതിയ ടീമുകളുണ്ട്. അറിയോ നിങ്ങൾക്ക്? അതാണ് കോലം. അപ്പൊ പിന്നെ നമ്മളെ കാര്യമൊന്നും പറയണ്ടല്ലോ. ഉണ്ട്. ഇന്നലെ നീ വൈഫിനെ എല്ലാം വിളിപ്പിച്ചിരുന്നു. അവര് ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാ വീഡിയോസും ഇരുന്ന് ഫുള്ള് ചെക്ക് ചെയ്തു. എന്നിട്ട് അതിന് വേണ്ടത് എന്തൊക്കെയാണോ അതിന്റെ ഒക്കെ വകുപ്പ് ചാർത്തിയിട്ട് ഇന്നലെ FIR ഒക്കെ ഇട്ട് എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഷാഹിദ ഷാജിയും ഷെരീഫും തമ്മിലുണ്ടായ പ്രശ്നത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേഷനുമായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ഷെരീഫ്. ഏതായാലും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ്. നമ്മുടെ ഷാഹിദ ഷാജിക്കെതിരെ FIR ഇട്ട് പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടാണ് ഇപ്പോൾ ഷെരീഫ് പുറത്തുവിടുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അതിലേക്ക് പോകാം. അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യാനായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് കൂടെ ചെയ്ത ശേഷം കാണാൻ വേണ്ടി നോക്കുക. തീർച്ചയായിട്ടും നമുക്കതിലേക്ക് പോകാം. ഏതായാലും തെളിവെടുപ്പിനായിട്ട് നമ്മുടെ ഷെരീഫിനെയും അതുപോലെ തന്നെ ഭാര്യയെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിരുത്തി എല്ലാ കാര്യങ്ങളും നേരിട്ടറിഞ്ഞ ശേഷം എല്ലാം രേഖപ്പെടുത്തി വീഡിയോ കംപ്ലീറ്റ് കണ്ടതിന് ശേഷമാണ് പോലീസ് ഇപ്പോൾ FIR ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ. നമുക്ക് ഷെരീഫ് പറയുന്ന ആ ന്യൂസിലേക്കൊന്ന് പോകാം. ഉണ്ട്. ഇന്നലെ നീ വൈഫിനെ എല്ലാം വിളിപ്പിച്ചിരുന്നു. അവര് ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാ വീഡിയോസും ഇരുന്ന് ഫുള്ള് ചെക്ക് ചെയ്തു. എന്നിട്ട് അതിന് വേണ്ടത് എന്തൊക്കെയാണോ അതിന്റെ ഒക്കെ വകുപ്പ് ചാർത്തിയിട്ട് ഇന്നലെ FIR ഒക്കെ ഇട്ട് എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ വരും ദിവസങ്ങളിൽ അതിന്റെ അപ്ഡേഷൻ ഞാൻ പതുക്കെ അറിയിക്കണ്ട്. ഇന്നലെ ഇപ്പൊ അവിടെ നടന്നത് ഫുള്ള് അറിയിക്കാൻ പറ്റില്ല. കാരണം ഇതിപ്പോ എന്റെ മാത്രല്ലല്ലോ, വേറെ ഇതിന്റെ മുമ്പ് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായതല്ലേ. ഇവർക്കിപ്പോ ഇത് സ്ഥിരം തൊഴിലാണ്. അപ്പൊ ഞാൻ അതിനെ കുറിച്ചിട്ടും എന്റെ വീഡിയോസ് എന്ത് വീഡിയോ ചെയ്തപ്പോഴാണ് ഇവിടെ ഇഷ്യൂ ഉണ്ടായത് എന്നുള്ളപ്പോ ഞാൻ എന്റെ വീഡിയോസ് മുഴുവൻ ഇരുന്ന് കാണിച്ചു കൊടുത്തു. പിന്നെ അവളുടെ ഉമ്മാനെ കുറിച്ചിട്ട് പറയുന്നത് കേട്ടിട്ട് അവരെന്നെ പറയാം, അയ്യോ എന്താപ്പത്. അപ്പൊ ഞാൻ പറഞ്ഞു അതാ പറയുന്നത്, ഒരു മാതാവിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നതും ചെയ്യുന്നതൊക്കെ. അതിനെ കുറിച്ചൊരു പൗരൻ എന്ന നിലക്കാണ് ഞാന് പിന്നെ ഇതിന് റിയാക്ട് ചെയ്തത്. അതിനെ കുറിച്ചിട്ടൊരു സാധാരണ പൗരൻ എന്ന നിലക്കാണ് ഞാൻ അതിനെ എതിർത്ത് എന്റെ ഒരു അഭിപ്രായം എന്നുള്ള രൂപത്തിൽ എന്റെ ചാനലിൽ ഞാൻ ഇട്ടത്. അപ്പൊ അത് ഭയങ്കര മാനക്കേടുള്ള കാര്യമായി. സ്വന്തം തള്ളനെ പറയണത് മുഴുവൻ ഇതിലെടുത്ത് വാരി വലിച്ചിട്ടിട്ട് അതിന് കുഴപ്പമില്ല. അതിനെ കുറിച്ചിട്ട് പറഞ്ഞവർക്ക്. അപ്പോൾ ഷെരീഫ് പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. തീർച്ചയായിട്ടും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ ഇരുന്ന ശേഷം എല്ലാ കാര്യങ്ങളും എല്ലാ വീഡിയോകളും പരിശോധിച്ച ശേഷം അവസാനം ഷാജിദ ഷാജിക്കെതിരെ FIR ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഷെരീഫിൻ്റെ ഭാര്യയുടെ പേരുള്ള പരാതിയിലാണ് ഇപ്പോൾ FIR ആയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഉടനടി തന്നെ ഇതിൻ്റെ നിയമ നടപടികളുമായി നമ്മുടെ നിയമവകുപ്പ് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഇപ്പോൾ ഷാജിദ ഷാജിക്കെതിരെ ഒരു പുതിയ FIR കൂടി നിലവിൽ വന്നിരിക്കുന്നു എന്നാണ് ഷെരീഫ് പറയുന്നത്. അതുപോലെ തന്നെ ഷാജിദ ഷാജി സ്വന്തം ഉമ്മയ്ക്കെതിരെയും അതുപോലെ തന്നെ നാട്ടുകാർക്കെതിരെയും പൂരത്തെറി വിളിക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ ലൈവിൽ കാട്ടിക്കൂട്ടിയ കോപ്രാങ്ങളുടെയും എല്ലാം വീഡിയോ അവർ ഇരുന്ന് പരിശോധിച്ച ശേഷം മൂക്കുമ്മൽ കൈവച്ച് പോയി എന്നാണ് ഷെരീഫ് പറയുന്നത്. ഇത്തരത്തിലൊക്കെ ഒരു പെൺകുട്ടി, അതും ഒരു മുസ്ലിം പെൺകുട്ടി സ്വന്തം ഉമ്മയെ പറയുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്നാണ് പോലീസുകാർ പോലും പറയുന്നത് എന്ന് ഷെരീഫ് പറയുകയാണ്. ഞെട്ടിച്ചുകൊണ്ടാണ് ഷെരീഫ് ഈ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടത്. തീർച്ചയായിട്ടും കേസാണ്, അതിന് സമയമെടുക്കും എന്ന് ഷെരീഫ് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം അതിൻ്റെ നിയമവഴിയിൽ തന്നെയാണ് പോകുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വാപ്പയും അതുപോലെ തന്നെ ഉമ്മയും എല്ലാം ഷാഹിദ ഷാജിക്കെതിരെ വീട്ടിൽ പോയി പ്രശ്നമുണ്ടാക്കിയതിനെതിരെ കേസ് കൊടുത്തിരുന്നു. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഷാഹിദ ഷാജി കേസുമായി തീർച്ചയായിട്ടും മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. ബാക്കി കേൾക്കും. പിന്നെ എനിക്കെതിരെയുള്ള കേസ് അത് വമ്പൻ കോമഡിയാ. ഞാനും എന്റെ വാപ്പയൊക്കെ കേറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ആ വീഡിയോയില് ഏതൊട്ട് തെറ്റ് വരെ കണ്ടതല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ കേസ് എടുത്തോളി സാറേ, ഒരു കുഴപ്പമില്ല. ഓൾ എങ്ങനെ പറയുന്ന വെച്ചെങ്കിൽ അതുപോലെ നിങ്ങൾ FIR ഇട്ടിട്ട് എനിക്കെതിരെ കേസ് എടുത്തോളി. ഒന്നും തെളിവില്ലാതെ ആരും കൊണ്ടായിട്ട് നമ്മളെ തൂക്കിക്കൊല്ലൊന്നുമില്ലല്ലോ. എല്ലാരും കണ്ടു കാണും തൊട്ട് തെറ്റ് വരെ. മാക്സിമം ഞാനൊന്ന് കൊടുക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് കൊറേ അവിടെ കടന്ന് കഥകളി കളിച്ചു നോക്കി. ഞാനും തന്നെ ഒക്കെയാണ് കയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതാ പറയുന്നത്, ചില സ്ഥലങ്ങളിൽ നമ്മൾ ബുദ്ധി ഉപയോഗിക്കണം എന്ന് പറയില്ലേ, അതന്നെ ഉണ്ടായി. ആ ബുദ്ധി അവിടെ ഉപയോഗിച്ചുകൊണ്ട് എന്തായി അറിയോ, എനിക്ക് ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോ എന്റെ പേരിൽ എന്ത് കേസ് കൊടുത്താലും ശരി,
ഞാൻ എപ്പോൾ ഗൾഫിക്ക് പോകണം, എപ്പോൾ ഗൾഫിക്ക് വരണമെന്ന് ഞാൻ തീരുമാനിക്കും. അപ്പോൾ ഷെരീഫ് പറഞ്ഞ കേട്ട് കാണും. ഇതാണ് ഏറ്റവും വലിയ ഒരു കോമഡി എന്ന് പറയുന്നത്. നമ്മുടെ ഷാഹിദ ഷാജി ഷെരീഫിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ പോയി കച്ചറയുണ്ടാക്കി തീർച്ചയായിട്ടും തിരിച്ചു വന്ന് അതിൽ നിന്ന് ഊരാൻ പറ്റാതെ ആയപ്പോൾ ഷാഹിദ ഷാജി എന്താ ചെയ്തത് എന്ന് പറഞ്ഞാൽ ഷെരീഫിനെയും അതുപോലെ തന്നെ വാപ്പാനെയും പ്രതി ചേർത്ത് കൊണ്ട് ഒരു കേസ് അങ്ങോട്ട് കൊടുത്തു എന്നുള്ളതാണ്. ആ കേസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. കാരണം വാപ്പയും ഷെരീഫും പീഡിപ്പിച്ചു എന്നും അതുപോലെ തന്നെ അടിച്ചു എന്നും തെറി പറഞ്ഞു എന്നും എല്ലാം പറഞ്ഞുകൊണ്ട് ഷാഹിദ ഷാജി ഒരു പെറ്റീഷൻ എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുകയാണ്. ഷാഹിദ പറഞ്ഞ വാക്കുകൾ തീർച്ചയായിട്ടും ആ വീഡിയോയിൽ ഇപ്പോൾ ഇവിടെ പറയാൻ വേണ്ടി നമുക്ക് പറ്റുകയില്ല. കാരണം കുട്ടികളേറ്റാൻ വീഡിയോ കാണുകയാണെങ്കിൽ മോശമാണ് എന്നുള്ളത് കൊണ്ടാണ്. അത്തരം വാക്കുകളാണ് ഷാഹിദ ആ വീഡിയോ തുടങ്ങിയത് മുതൽ അവസാനം വരെ പറയുന്നത്. എന്നിട്ട് ഷാഹിദ ഷാജി എന്നെ തെറി പറഞ്ഞു, എന്നെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഷാഹിദ ഷാജിയുടെ ചാനലിൽ ഷാഹിദ ഷാജി തന്നെ ഇത് ലൈവായതിനു അതിനുശേഷവും 2 വീഡിയോ അവരുടെ ചാനലിൽ പങ്കുവെച്ചിട്ടുണ്ട്. അതൊരു വീഡിയോയിൽ പോലും ഷെരീഫ് അടിക്കുന്നതോ അല്ലെങ്കിൽ ഷെരീഫിൻ്റെ വാപ്പ അല്ലെങ്കിൽ ഷെരീഫ് ഷാഹിദ ഷാജിയെ പീഡിപ്പിക്കുന്നതോ ആയിട്ട് ഒരു വീഡിയോയിലും നമ്മളാരും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ആ മൊബൈലും പൊക്കി പിടിച്ചുകൊണ്ട് അങ്ങോട്ട് വന്ന ശൂന്യാകാശത്തേക്ക് ഞാൻ പറഞ്ഞേക്കുമെന്ന് ഷെരീഫ് ആദ്യമേ പറഞ്ഞതായിരുന്നു. പക്ഷേ അത് കേൾക്കാതെ ഷാഹിദ അവിടെ പോയതിന് യാതൊരു കുഴപ്പവുമില്ല. വെല്ലുവിളിച്ചത് കൊണ്ടാണ് പോയത്. കാര്യങ്ങൾ പിന്നെ കൈവിട്ടു പോയത് ഷാഹിദക്ക് തന്നെയാണ്. ഷാഹിദ പറഞ്ഞ തെറിക്ക് ഒരു അറ്റവും കണക്കുമില്ല. ഷെരീഫിനെയാണ് പറഞ്ഞത് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിചാരിക്കാം ഷെരീഫാണ് ടാർഗറ്റ്, ഷെരീഫാണ് വെല്ലുവിളിച്ചത് എങ്കിൽ ഷെരീഫിനെ മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ആ വീട്ടിലുള്ള ചെറിയ പിഞ്ചു പൈതങ്ങളെ വരെ വളരെ മോശകരമായ രീതിയിൽ ഇവിടെ വേശ്യാലയം നടത്തുകയാണെന്ന് വരെ ഷാഹിദ ഷാജിയാണ് ആദ്യം പറഞ്ഞത് എന്ന വീഡിയോ കാണുന്ന ഏതൊരു പോലീസുകാരനും മനസ്സിലാകും. അതുകൊണ്ട് തന്നെയാണ് അവർ കേസുമായി മുന്നോട്ട് പോകാൻ വേണ്ടി ഷെരീഫിന് നിയമനിർദ്ദേശം കൊടുത്തതും ഇപ്പോൾ FIR ഇട്ട് ഷാഹിദ ഷാജിക്കെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചതും. രണ്ടാമത് ഇനി 4 കേസ് കൂടി ഇതിൻ്റെ പുറകിൽ വരാനുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിപ്പോൾ ഭാര്യ കൊടുത്ത കേസിലാണ്. ഇനി ഉമ്മൻ്റെ കേസുണ്ട്, വാപ്പാൻ്റെ പേരുള്ള വീടാണ് അവിടെ അതിക്രമിച്ച് കയറി കച്ചറുണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട കേസുണ്ട്. ചൈൽഡ് ലൈൻ കുട്ടികളെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചു സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ജാള്യതകൾ പറഞ്ഞു പരത്തിയ കേസിലും കേസുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ 2-3 കേസ് കൂടി ഇനിയും വരാനുണ്ട്. കേസുകളുടെ ഒരു പരമ്പര തന്നെ കെട്ടയക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളതാണ്. ബാക്കി കാര്യങ്ങൾ ഷെരീഫ് പറയുന്നുണ്ട്, നമുക്ക് അതുകൂടി കേൾക്കാം. നിങ്ങൾ എന്ത് വിചാരിച്ചു? ഓള് കുറെ പുട്ടിയും മാരി തേച്ച് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മാരി വേറെ ആരും ഇല്ലാന്ന് സ്വന്തം തള്ളയെ മറ്റേ ഇജാതി കോലത്തിൽ നാറ്റിച്ച് തന്നെ നിങ്ങള് സൂപ്പർന്ന് കമന്റ് അടിച്ചിന് എത്ര ആളുകൾ ഉണ്ടല്ലോ. നിങ്ങളെന്നും അല്ലട്ടെ ഞാൻ പറയണേ, നിങ്ങളൊക്കെ കുറച്ച് വകതിരിവുള്ളതെന്നറിയാം. പക്ഷെ അതിന്റെ അടിയിലും എന്താ ഉമ്മാൻ ആ കോലത്തില് ഉടുതുണില്ലാതെ നിർത്തി വീഡിയോ ഇട്ടില്ല, അതിന്റെ അടിയിലും സൂപ്പർന്ന് എഴുതിയ ടീമുകളുണ്ട്. അറിയോ നിങ്ങൾക്ക്? അതാണ് കോലം. അപ്പൊ പിന്നെ നമ്മളെ കാര്യമൊന്നും പറയണ്ടല്ലോ. സ്വന്തം തള്ളനോടും സ്വന്തം കെട്ടിയനോടും ഇല്ലാത്ത ഒരു ദയ അവളോടുന്ന് നമ്മൾ പ്രതീക്ഷിക്കണ്ട. ആരെ കൊന്നിട്ടായാലും ഓള് കായുണ്ടാക്കും. ആ ചിന്തയും കൊണ്ട് നടക്കണോളാ ഓള്. അപ്പൊ അതുകൊണ്ട് ഓളെ നന്നാക്കാനൊന്നും ഇന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ പറ്റൂല. പക്ഷെ എന്താ അറിയോ, ഓളെ തെമ്മാടിത്തരം അത് പറയാതെ, അത് ഞാൻ ഓൾക്കെതിരെ പറയാണ് എന്ന് പറഞ്ഞിട്ട് അത് നിർത്താനല്ലേ ഇപ്പോൾ ഈ കാട്ടിക്കുട്ടിയതൊക്കെ. അവളെ ഈ തെമ്മാടിത്തരം ഞാൻ വിളിച്ചു പറഞ്ഞതിന്റെ പേരിലല്ലേ ഓളിന്റെ വീട്ടിലേക്ക് വന്നതും എന്റെ ചെറിയ മക്കളെ വരെ മാറ്റേ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ഉമ്മാനി വാപ്പാനെ പറയുകയാണ്. ഷാഹിദ ഷാജി സ്വന്തം ഉമ്മയ്ക്കെതിരെ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്ന ഒരാളായതുകൊണ്ട് അവരിൽ നിന്ന് വലിയ കാര്യങ്ങളൊന്നും ഞാൻ തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് ഷെരീഫ് പറയുന്നത്. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളൊന്നും അവിടെ നിന്ന് ഇങ്ങോട്ട് പ്രതീക്ഷിക്കേണ്ട എന്നും ക്രീമിൻ്റെ കാര്യവും അതുപോലെ തന്നെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യുമെന്നൊക്കെയാണ് ഷെരീഫ് പറയുന്നത്. തീർച്ചയായിട്ടും അതൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അദ്ദേഹം പുറത്തുവിടട്ടെ. തീർച്ചയായിട്ടും ഈ ഒരു കാരണത്തിൽ തീർച്ചയായിട്ടും ഷാഹിദ ഷാജിക്ക് കാറ്റ് പോയോ എന്നൊരു സംശയമുണ്ട്. കാരണം അടുത്തിടെ ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഷാഹിദ ഷാജി വളരെ മാന്യമായ രീതിയിലാണ് യൂട്യൂബും അതുപോലെ ലൈവൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. എനിക്ക് തീർച്ചയായിട്ടും അതിനോടൊരു യോജിപ്പാണ് തോന്നിയത്. ഇത്തരം പ്രശ്നങ്ങളിലെല്ലാം തന്നെ ഒഴിഞ്ഞു നിന്നുകൊണ്ട് വളരെ മാന്യമായ രീതിയിലാണ് അവരിപ്പോൾ വീഡിയോ ഇടുന്നതും അതുപോലെ തന്നെ പ്രതികരിക്കുന്നതും. അതിലെല്ലാം ഒരു മയത്തം തീർച്ചയായിട്ടും വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുപോലെ തന്നെ മണ്ണാർക്കാടുള്ള വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഓണർ ഇപ്പോൾ ഷാഹിദ ഷാജിയോട് പോകാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. തീർച്ചയായിട്ടും ഒരു സ്ത്രീ എന്നുള്ള പരിഗണന തീർച്ചയായിട്ടും ആ വീടിൻ്റെ ഉടമയായാലും നാട്ടുകാരായാലും അവർക്ക് കൊടുക്കണമെന്നാണ് വിനീതമായി നമുക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. കാരണം അവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ തീർച്ചയായിട്ടും നിയമപ്രകാരം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അവർ മാത്രമല്ല വീട്ടിലുള്ളത്, തീർച്ചയായിട്ടും 5 കുഞ്ഞുങ്ങളും അവിടെ ഉള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അവർക്കൊരു മാനസിക പരിഗണന തീർച്ചയായിട്ടും
കൊടുക്കേണ്ടതാണ്. അതും ഇതുമായി കൂട്ടിക്കുവയ്ക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.